ഇവിടെ ഇനിയിപ്പോൾ ഏറ്റവും ഒടുവിലത്തെ PR വർക്കാണ് ഈ മുഖാമുഖം എന്നുള്ളത്. മുഖം മിനുക്കിയേ തീരൂ എങ്ങനെയായാലും. കാരണം ഇപ്പോൾ മാസപ്പടി CMRലൊക്കെ വിവാദങ്ങളിൽപ്പെട്ട് ഉഴലുകയാണ് സർക്കാർ. ഇവിടെ എന്തായാലും സർക്കാരിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കണം, CPMന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കണം. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഏതൊക്കെ ഫണ്ട് വകമാറ്റാമോ അതൊക്കെ യഥേഷ്ടം വകമാറ്റി എങ്ങനെയും ഇത് കൊഴുപ്പിക്കുക എന്നുള്ളത് തന്നെയാണോ ലക്ഷ്യം? എനിക്ക് ഇതിനകത്ത് ഇപ്പോൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തെക്കുറിച്ചിട്ട് ഇടതുപക്ഷ പ്രതിനിധി കൂടെ പറഞ്ഞു. ഇപ്പോൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇന്ന് വന്ന ഫലത്തിൽ CPMന് 3-4 സീറ്റുകൾ കൂടുതൽ കിട്ടി. അപ്പോൾ പറയുന്നത് എന്താണ്? അപ്പോൾ പറയുന്നത് ഇവിടെ ഇത്ര മോശമായിട്ടും ഭരണം മോശമാണെന്ന് പറഞ്ഞിട്ട് CPMന് സീറ്റ് കൂടുതൽ കിട്ടിയല്ലോ എന്നുള്ളതാണ്. ഏതാണ്ട് ഒരു 3 മാസങ്ങൾക്ക് മുമ്പ് നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ UDFനായിരുന്നു വൻ മുന്നേറ്റം. അന്ന് ഒന്നും പറഞ്ഞു കേട്ടില്ല. അപ്പോൾ ഇതൊക്കെ സൗകര്യത്തിനനുസരിച്ച് ഇങ്ങനെ പറയും. 2019 ഒരു സീറ്റേ കിട്ടിയുള്ളൂ LDFന്. പക്ഷേ 2021 LDF അധികാരത്തിൽ വന്നു. അപ്പോൾ ഇതൊക്കെ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ കണക്കുകളൊക്കെ കൊണ്ടൊന്നും നമുക്ക് അധികം അങ്ങോട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള വസ്തുതകൾ നമ്മൾ മനസ്സിലാക്കണം. ഈ 3 മാസം മുമ്പ് നടന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തിന് പരമദയനീയമായിരുന്നു. അപ്പോൾ അത് പ്രാദേശികമായിട്ടുള്ള വോട്ടുകളുടെ കാര്യത്തിൽ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. അതൊന്നും കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു അവസ്ഥ എന്താണെന്നറിയാമോ? സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇന്നുള്ളൊരു അവസ്ഥ എന്ന് പറഞ്ഞത് ഉളുപ്പില്ലായ്മയാണ്. ഉളുപ്പില്ലായ്മ. എന്തും ചെയ്യും, എന്ത് വൃത്തികേടും കാണിക്കും, എന്നിട്ട് അതിനെ ഇങ്ങനെ ന്യായീകരിക്കും. ഇപ്പം നവകേരള സദസ്സ് വന്നു. നവകേരള സദസ്സ് വന്നപ്പോഴത്തേക്ക് ഏതാണ്ട് 1 കോടി രൂപയുടെ വണ്ടിയിൽ കേരളം മുഴുവൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നു. നടന്നിട്ട് ലക്ഷക്കണക്കിന് പരാതികൾ കിട്ടി. അതിൻ്റെ 1% പോലും പരിശോധിച്ചില്ല, പരിഗണിച്ചില്ല, അത് കളഞ്ഞു. ആകെപ്പാടെ നടന്നത് എന്താണ്? ആ പരിപാടിക്ക് പോയ മന്ത്രിമാർക്ക് 35 ലക്ഷം രൂപ TA എഴുതി കൊടുത്തു. അത് നടന്നു. ആ നവകേരള സദസ്സ് നടക്കുമ്പോൾ കോടികൾ പിരിച്ചു. ഓരോ മണ്ഡലത്തിൽ നിന്ന് 1-2 കോടി രൂപ വീതം പിരിച്ചു. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണത്. അതിനു മുമ്പ് കേരളീയം നടന്നു. കേരളീയം നടന്നപ്പോൾ എത്ര കോടി ചെലവഴിച്ചു? ഏതാണ്ട് 10-35 കോടി ചെലവഴിച്ചു. അതിനൊപ്പം നല്ല പോലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടും പിരിപ്പിച്ചു. ഞാൻ ചോദിക്കുന്നത് ഈ മുഖാമുഖം പരിപാടി എന്തൊരു അസംബന്ധമാണിതെന്നൊക്കെയാണ് ഞാൻ ചോദിക്കുന്നത്. ഇതിനകത്ത് എന്തോ ടെക്നോളജി എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് പറയുന്നത്. നമ്മൾ പറയുന്നതിന് എന്തെങ്കിലും ഒരു ബോധം വേണ്ടേ പറയാൻ? ഒരു മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകളുമൊക്കെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചങ്ങ് പിന്നെ വെള്ളത്തിനടിയിലേക്ക് മുങ്ങി താണിരിക്കുകയാണ്. താണിരിക്കുമ്പോൾ മുഖ്യമന്ത്രി മുഖാമുഖം. എന്താണ് ഈ മുഖാമുഖത്തിൻ്റെ അർത്ഥം? എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല. സർക്കാരിൽ ഈ പരാതി പരിഹരിക്കാനും കേൾക്കാനും ഒന്നും വേറെ പരിപാടിയിൽ സംവിധാനങ്ങളൊന്നും ഇല്ലാഞ്ഞിട്ടാണോ? ഈ ഇൻ്റർനെറ്റിൻ്റെ യുഗത്തിൽ ഇതൊക്കെ പരിഹരിക്കാൻ എത്രയോ സംവിധാനങ്ങളുണ്ട്. ഇപ്പോൾ തന്നെ ഈ 2.5 വർഷം ഭരിച്ചു കഴിഞ്ഞപ്പോഴാണോ ഈ മുഖാമുഖം കാണണം എന്ന് തീരുമാനിച്ചിട്ടുള്ളത്? ഇനി മുഖാമുഖം കാണണമെന്നാണ് തീരുമാനമെങ്കിൽ ഈ പാർട്ടി സർക്കുലർ അനുസരിച്ച് കൊണ്ടുവരുന്നവരല്ലാതെ സാധാരണ ജനങ്ങളുടെ മുമ്പിലേക്കൊന്ന് മുഖാമുഖത്തിന് ചെന്ന് നോക്കിയേ. ഏത് ചോദ്യവും ചോദിക്കാൻ അനുവാദം നൽകണം. അങ്ങനെ മുഖാമുഖത്തിന് നാട്ടുകാരുടെ മുമ്പിലേക്ക് ഇറങ്ങാനുള്ള അവസ്ഥയുണ്ടല്ലോ, പരമ ദയനീയമായിരിക്കും. ചീമോട്ടയുടെ ഏറ് വരെ കിട്ടും. പക്ഷേ ഇവിടെ എന്താ അവസ്ഥ? ഇവിടെ പാർട്ടി സർക്കുലർ പ്രകാരം കൊണ്ടുവന്നിരിക്കുന്ന കുറേ യന്ത്രങ്ങൾ മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് വരും. അനുകൂലമായി കുറേ ചോദ്യങ്ങൾ ചോദിക്കും, അനുകൂലമായി കുറേ മറുപടികൾ പറയും. ഞാൻ പറഞ്ഞു, ഇങ്ങനെയൊക്കെ എന്തിനാണ് ജനങ്ങളെ ഇങ്ങനെ പറ്റിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നു, എനിക്ക് ചോദിക്കാനുള്ളത്. ഇപ്പോൾ നമുക്കറിയാം, കോവിഡിൻ്റെ കാലത്തുണ്ടായിരുന്ന പത്രസമ്മേളനം നേരത്തെ തന്നെ ചോദ്യങ്ങൾ തീരുമാനിക്കും. ആ ചോദ്യങ്ങൾക്കനുസരിച്ച് മറുപടി എഴുതി കൊണ്ടുവരും. എന്നിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മറുപടി നോക്കി വായിക്കും. ഇത് കോവിഡിൻ്റെ കാലത്ത് നമ്മൾ നിരന്തരം കണ്ടതല്ലേ? ഞാൻ ചോദിക്കുന്നത്, എങ്ങനെയാണ് ഈ ഗവൺമെൻറ്റിന് ഈ ജനങ്ങളെ ഇതുപോലെ പരിഹസിക്കാൻ കഴിയുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്തിനാണ് ഈ കേരളീയവും നവകേരള സദസ്സും ഈ ഫേസ് ടു ഫേസ് ഒക്കെ നടത്തുന്നത്? മര്യാദയ്ക്ക് അവിടെ നിന്ന് ഭരിച്ചാൽ പോരെ? അപ്പം എങ്ങനെയെങ്കിലും കുറേ പണം തൂർത്തടിക്കണം, എങ്ങനെയെങ്കിലും കുറേ പണം സംസ്ഥാനത്തിൻ്റെ ഖജനാവിൽ നിന്നെടുത്ത് പാർട്ടി ഖജനാവിലേക്ക് മറിക്കണം. ആ മറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വൃത്തികെട്ട കളികളാണ് ഈ കളിക്കുന്നത്. അതായത് കടത്തിൻ്റെ കാര്യം ഞാൻ പലപ്പോഴും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 2016 1,60,60,000 കോടി രൂപ വരുന്ന കടം ഇപ്പോൾ 4,29,000 കോടി രൂപയാണ്. പ്രതീക്ഷിച്ച കടം ഒരാളുടെ തലയിൽ ഇപ്പോൾ ഏതാണ്ട് 2 ലക്ഷം രൂപയോളം വരും.
ഇന്ത്യയിൽ പബ്ലിക് ഫിനാൻസ് മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഏറ്റവും മോശമായി നിൽക്കുന്ന 3 സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. അപ്പോൾ അത് ഏറ്റവും മോശമായി നിൽക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കേരളത്തിൻ്റെ ആരോഗ്യത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയൊക്കെ മേഖലയിൽ ഞങ്ങൾ വളരെ മുന്നിലാണെന്ന് പറഞ്ഞു. അതൊക്കെ പണ്ട് മുന്നിലായിരുന്നു. കേരളത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ ആരോഗ്യത്തിൻ്റെയൊക്കെ മേഖലയിൽ കേരളം UDF ഭരിക്കുമ്പോഴും LDF ഭരിക്കുമ്പോഴും എല്ലാം 1ാം സ്ഥാനത്താണ്. അത് കേരളത്തിൻ്റെ ചില പ്രത്യേകതകൾ കൊണ്ടാണ്.